ജമ്മുകാശ്മീർ പഹൽഗാമിൽ ഇന്നലെ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം നടത്തിയത് 6 അംഗ സംഘമെന്ന് നിഗമനം. അതേസമയം ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ തൊയ്ബയുമായുള്ള ബന്ധം സ്ഥിരീകരിച്ച് അന്വേഷണ ഏജൻസി. ലഷ്കർ-ഇ തൊയ്ബ കമാൻഡർ സൈഫുള്ള കസൂരി ആക്രമണത്തിന്റെ സൂത്രധാരനെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 2 സംഘമായി തിരിഞ്ഞ് AK-47 ഉപയോഗിച്ച് വെടിയുതിർത്തു. സംഭവ സ്ഥലത്ത് നിന്ന് സംശയാസ്പദമായ ഒരു ബൈക്ക് കണ്ടെത്തി. കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം രാവിലെ 11 മണിയോടെ ദില്ലിയിൽ എത്തിക്കും. അതേസമയം സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി ദില്ലിയിൽ ഉന്നതതല യോഗം വിളിച്ചു. സ്വാതി ചേരുന്നു ദില്ലിയിൽ നിന്ന്. സ്വാതി, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നിരപരാധികളായ മനുഷ്യർ, അതിൽ പുരുഷന്മാരെ മാത്രം തെരഞ്ഞു പിടിച്ച് വെടിയുതിർക്കുകയാണ് ഈ തീവ്രവാദികൾ ചെയ്തത്. ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കർ-ഇ തൊയ്ബയുടെ ഒരു ഉപസംഘടനയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തതെന്ന് അവർ സ്വയം റിലീസ് ഇറക്കിയിരിക്കുന്നു. കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിനോദസഞ്ചാരം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. കേരളത്തിൽ നിന്ന് മാത്രം ആയിരക്കണക്കിന് മനുഷ്യരാണ് ഈ വെക്കേഷൻ കാലത്ത് കശ്മീരിലേക്ക് പോയിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ വരുമാനം, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്ന ഒരവസ്ഥ ഒക്കെ ഉണ്ടാകുന്നു. ഇത് കണ്ടിട്ടാണ് അവിടെ സമാധാനം പുലരാൻ പാടില്ല എന്ന നിലപാടോടുകൂടി നിഷ്കളങ്കരായ വിനോദസഞ്ചാരത്തിനെത്തിയ ഒന്നുമറിയാത്ത സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ഇവർ വെടിയുതിർത്തിരിക്കുന്നത്. സ്വാതി, ഷമ്മി, ഈ പെഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഞെട്ടലോടെ തന്നെയാണ് ലോകം മൊത്തം ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കനത്ത ജാഗ്രത ജമ്മു കാശ്മീരിലെ വിവിധയിടങ്ങളിൽ, ശ്രീനഗർ, അതോടൊപ്പം അനന്ത്നാഗ്, പെഹൽഗാം തുടങ്ങി വിവിധ മേഖലകളിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ സൈന്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല, വളരെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുമ്പോൾ തെരച്ചിലടക്കം ശക്തമാക്കിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ. പെഹൽഗാമിൽ ഈ അക്രമികൾക്കായുള്ള തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഇപ്പോൾ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന, കുറ്റവാളിയെന്ന് സംശയിക്കപ്പെടുന്ന ഒരാളുടെ ചിത്രം കൂടി ഇപ്പോൾ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മറ്റ് മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളാണ് ഈ ചിത്രം പുറത്തുവിട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. AK-47 നിൽക്കുന്ന ഒരു കുറ്റവാളി എന്ന് സംശയിക്കപ്പെടുന്ന ഒരു ഭീകരവാദിയുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭീകര സംഘടന ലഷ്കർ-ഇ തൊയ്ബയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് പിന്നിൽ ലഷ്കർ-ഇ തൊയ്ബ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ബന്ധം സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്നുള്ളതും, അതോടൊപ്പം ഇതിൽ 2 പേർക്ക് പാകിസ്ഥാനിൽ നിന്നും പരിശീലനം പ്രത്യേകമായി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലഷ്കർ-ഇ തൊയ്ബയുടെ കമാൻഡർ സൈഫുള്ള കസൂരിക്ക് ഇതുമായി ബന്ധമുണ്ട്. നേരത്തെ തന്നെ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിട്ടുണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് ഈ അന്വേഷണത്തിൻ്റെ പുരോഗതി സംബന്ധിച്ച ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ഭീകരാക്രമണത്തിൻ്റെ ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല. ഞെട്ടലിൽ തന്നെയാണ് രാജ്യം ഉള്ളത്. വിവിധ ഇടങ്ങളിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ശ്രീനഗറിൽ അടക്കം ഇന്ന് ബന്ദിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പൂർണ്ണമായും കടകളും അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചിട്ടുകൊണ്ട് വലിയ രീതിയിൽ സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്രസേനയുടെയും അതോടൊപ്പം പോലീസിൻ്റെയും സംയുക്തമായിട്ടുള്ള തെരച്ചിലും അതോടൊപ്പം സുരക്ഷയും ജമ്മു കാശ്മീരിലെ വിവിധയിടങ്ങളിൽ കേന്ദ്രീകരിച്ച് തുടരുകയാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളവർ, ഗുരുതര പരിക്കുകളോടെ ഉള്ളവർ, മരണപ്പെട്ടവരുടെ എണ്ണ സംഖ്യ തുടങ്ങി കൂടുതൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ 28 പേർ മരണപ്പെട്ടു, ഈ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം മൃതശരീരം ആശുപത്രിയിൽ തന്നെയാണ് ശ്രീനഗറിലേക്ക് കൊണ്ടുവരുമെന്നും അവിടെ തന്നെ ശ്രീനഗറിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കുക എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.
അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് ലോക നേതാക്കളടക്കം അപലപിച്ചുകൊണ്ട് ഈ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യമാണ്. ഇത്രയും വിദേശികൾ ഉൾപ്പെടെ എത്തുന്ന ഒരു വലിയ വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഏർപ്പെടുത്തേണ്ടിയിരുന്ന സുരക്ഷാ ക്രമീകരണങ്ങളിൽ കേന്ദ്ര സർക്കാരിന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് ഇതിനോടകം തന്നെ ശക്തമാകുന്നത്. അത്തരത്തിൽ നേരത്തെ തന്നെ ഈ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി അടക്കം എടുത്തു കളഞ്ഞതിന് പിന്നാലെ ഇവിടെ മറ്റ് ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ വളരെ സുരക്ഷയിലാണ് ജമ്മു കാശ്മീർ പോകുന്നത് എന്നുള്ള വാദം കേന്ദ്ര സർക്കാർ നിരവധി തവണയായി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതിൽ മലയാളി അടക്കം ഉണ്ട് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചും വലിയ ആശങ്കയും ദുഃഖവുമായി നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഈ കൊല്ലപ്പെട്ട മലയാളിയുടെ മൃതശരീരം ഇന്ന് 11 മണിക്ക് ശേഷം ഏകദേശം 11:20 ദില്ലി വിമാനത്താവളത്തിൽ എത്തുമെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മൃതശരീരം കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക. 3 മണിക്ക് ശേഷമായിരിക്കും കൊച്ചിയിൽ മൃതശരീരം എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ശ്രീനഗറിൽ തന്നെയാണുള്ളത്. ശ്രീനഗറിൽ നിന്നും പെൽഗാമിലേക്ക് ഇപ്പോൾ പോകും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. പെൽഗാമിൽ ചെന്നതിന് ശേഷം അവിടെ ഈ ആളുകളെയൊക്കെയും ഈ ഗുരുതരമായി ചികിത്സയിൽ കഴിയുന്ന ആളുകൾ, മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസാരിക്കും, സ്ഥിതിഗതികൾ വിലയിരുത്തും, സുരക്ഷാ ക്രമീകരണങ്ങൾ എത്തരത്തിലാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ നിന്നുള്ള സന്ദർശനം വെട്ടിച്ചുരുക്കിക്കൊണ്ട് ദില്ലിയിൽ ഇന്ന് രാവിലെയോടെ തന്നെ എത്തുകയും ഇവിടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ള സംഘവുമായി ഒരു പ്രത്യേക കൂടിക്കാഴ്ചയടക്കം നടത്തി ഈ സാഹചര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എന്തായാലും ഏറ്റവും പുതുതായി വരുന്ന വിവരം അനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിൽ ഈ ഭീകരാക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ കനത്ത സുരക്ഷയിൽ രാജ്യം പോകുമ്പോൾ പോലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മറ്റ് പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് പാകിസ്ഥാൻ പോയിട്ടുണ്ട്. പൂഞ്ച്, ഉറി തുടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതിതീവ്ര സുരക്ഷയിൽ പോകുന്ന സ്ഥലങ്ങളിൽ പോലും പാകിസ്ഥാൻ വെടിയുതിർത്തതായി അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രകോപനപരമായിട്ടുള്ള നടപടികൾ ഉണ്ടായതായിട്ടുള്ള കാര്യം കൂടി ഇപ്പോൾ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കേന്ദ്രസേനയും തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിയന്ത്രണ രേഖ അടക്കം ലംഘിച്ചുകൊണ്ടുള്ള ചില നടപടികളിലേക്ക് പാകിസ്ഥാന്റെ സൈന്യം പോകുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും രാജ്യം കനത്ത സുരക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. ദില്ലിയിലടക്കം ഇതിന്റെ ഭാഗമായി സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരീക്ഷണവും പരിശോധനയും ഒക്കെയും ക്രമീകരിച്ചുകൊണ്ട് കുറച്ചുകൂടി സുരക്ഷ ഊർജിതമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശ്രീനഗർ, അതോടൊപ്പം തന്നെ ഈ ഭീകരാക്രമണം ഉണ്ടായ സ്ഥലം ഉൾപ്പെടെ വലിയ തരത്തിലുള്ള സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഷമി, സ്വാതി, രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ഭീകരാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ഈ തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് എന്ന് പറയുന്നു, പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ചവരാണ് എന്ന് പറയുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് 3 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ആദ്യം പുറത്തു വന്നത്. പിന്നീട് അത് കൂടുതൽ ആൾക്കാരുണ്ട് എന്ന വിവരം വരുന്നു. അത് മാത്രവുമല്ല, ഇവർ അവിടെ എത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഈ ട്രെക്കിംഗ് ഏരിയയിലാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ള വിവരം ലഭിക്കുന്നു. അതായത് കുതിരപ്പുറത്തോ മറ്റോ ഒക്കെ അവിടേക്ക് എത്തപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രദേശത്താണ് ഇവർ ഒളിച്ചിരുന്നത്. കാക്കി വേഷത്തിൽ എത്തുന്ന ഇവർ ആൾക്കാരോട് പേര് ചോദിച്ചിട്ട് അവരെ വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. സ്ത്രീകളെ പൂർണ്ണമായും ഒഴിവാക്കുന്നു, പുരുഷന്മാരെ മാത്രം വെടിവെച്ച് കൊല്ലുന്നു. ഈ പ്രതികളെ സംബന്ധിച്ച്, ഈ തീവ്രവാദികളെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം, അതായത് ഇവർ പാകിസ്ഥാനിൽ നിന്ന് എത്തിയവരാണോ, മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? ഷമി, മൊത്തം 28 പേരുടെ മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ 27 പേരും പുരുഷന്മാരാണ്, ഒരു സ്ത്രീ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. അതേസമയം ഈ പ്രതികളും അല്ലെങ്കിൽ കുറ്റവാളികളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ ദേശീയ അന്വേഷണ ഏജൻസി പുറത്തുവിടുന്ന വിവരമനുസരിച്ച് 6 സംഘമായി ആണ് ഇവർ ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഈ പ്രദേശം വലിയ നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു
പുൽമേടാണ്. പുറത്തുനിന്നും എത്തുന്നതിന് വലിയ പരിമിതികൾ ഉണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ പോലും ഇവർക്ക് എത്തുന്നതിന് ഏതെങ്കിലും തരത്തിൽ ആ പ്രദേശവാസികളോ അല്ലെങ്കിൽ അവിടെയുള്ളവരോ ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്തിട്ടുണ്ടോ എന്നുള്ള തരത്തിലേക്കൊക്കെയും അന്വേഷണം കൊണ്ടുപോകേണ്ട സാഹചര്യമാണ്. അത്തരത്തിൽ 6 പേരാണ് ആ സ്ഥലത്തേക്ക് എത്തുകയും ആളുകളിലേക്ക് മീൻസ് വിദൂരത്തു നിന്ന് തന്നെ വെടിയുതിർക്കുന്ന കാഴ്ചകളും ദൃശ്യങ്ങളുമൊക്കെയും പുറത്തു വന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർ ഇതിനുള്ളിലേക്ക് കടന്നത്, അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ അന്വേഷണങ്ങളൊക്കെ തന്നെയും ഇനി നടത്തേണ്ടതായി വരും. ഈ 6 പേരായി എത്തിയിരുന്നു എന്ന് ദേശീയ അന്വേഷണ ഏജൻസി പറയുമ്പോൾ പോലും 2 ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ടാണ് ഇവർ ആക്രമണം അഴിച്ചുവിട്ടത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കേണ്ടത്. ഇതിൽ 2 പേരാണ് ഈ പാകിസ്ഥാനിൽ നിന്നും പ്രത്യേക പരിശീലനം ലഭിച്ചതായി ദേശീയ അന്വേഷണ ഏജൻസി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ ഒരു റിലീസ് ഇന്നലെ വന്നിരുന്നു. അതിൽ അവർ ഉപയോഗിക്കുന്ന പദം ഇന്ത്യ ഒക്കുപ്പൈഡ് കാശ്മീർ എന്നുള്ള പദമാണ് ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഉപയോഗിക്കുന്നത്. അനധികൃതമായി അവിടുത്തെ ഡെമോഗ്രാഫിയെ മാറ്റുന്ന തരത്തിലേക്ക് അവിടെ 85,000-ത്തിലധികം കുടിയേറ്റക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അക്രമത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ഒരു റിലീസാണ് അവർ നൽകിയിരിക്കുന്നത്. അതായത് പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എന്ന് നമ്മൾ പറയുമ്പോൾ അവരിതിൽ ഉപയോഗിക്കുന്നത് ഇന്ത്യ ഒക്കുപ്പൈഡ് കാശ്മീർ എന്നുള്ളതാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഇത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ആൾക്കാർ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ആ റിലീസ്. തീർച്ചയായും അത്തരത്തിൽ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ് ഈ അക്രമികൾ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികൾ അടക്കം പുറത്തുവിട്ടിട്ടുള്ളത്. അത്തരത്തിൽ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് പാകിസ്ഥാനുമായി ബന്ധമുണ്ട്, ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ളവരാണ് ഈ അക്രമികൾ എന്ന് തന്നെയാണ് ഇതുവരെയും വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവരുടെ മറ്റ് ബന്ധങ്ങൾ, ഇവർക്ക് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നത്, അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടോ, അത്തരത്തിലൊക്കെയുള്ള അന്വേഷണമായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പറയാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഈ ലഷ്കർ ഇ തൊയ്ബയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള സ്ഥിരീകരണം തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നു. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരരാണ് ഇതിന് പിന്നിൽ എന്നുള്ള വിവരങ്ങൾ ലഭിക്കുമ്പോൾ അതേസമയം പാകിസ്ഥാൻ ഔദ്യോഗികമായി കൊണ്ട് തന്നെ ഈ പ്രസ്താവനകളെയൊക്കെയും തള്ളി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പാകിസ്ഥാന് ഈ ആക്രമണവുമായി ഒരു തരത്തിലും ബന്ധമില്ല എന്നുള്ള പ്രതികരണം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അതേസമയം ദേശീയ അന്വേഷണ ഏജൻസി ഈ പറയുന്ന വിവരമനുസരിച്ച് ഇത് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുള്ള പ്രത്യേകിച്ചും അവരുടെ കമാൻഡർ അടക്കം ഈ ഒരു പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടതും എന്നുള്ള വ്യക്തത കൂടിയാണ് ദേശീയ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും വരുന്നത്.